വചന അഭിഷേകം. എന്റെ പ്രാർത്ഥന നിന്റെ മുൻപിൽ വരുമാറാകട്ടെ, എന്റെ നിലവിളിക്കു ചെവി ചായ്ക്കണമേ. ദൈവമായിട്ടുള്ള സംഭാഷണം ആണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോൾ നാം ആരോട് പ്രാർത്ഥിക്കുന്നത് എന്ന് മനസ്സിലാക്കി വേണം നാം പ്രാർത്ഥിക്കാൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തോട് ആണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. പ്രാർത്ഥനയിൽ ഒരു വ്യക്തിയുടെ അക്ഷരസ്ഫുടതയോ വാക്ക് സാമർഥ്യമോ വാചകഘടനയോ ഒന്നും പ്രാർത്ഥനയ്ക്ക് ശക്തി വർദ്ധിപ്പിക്കുന്നില്ല. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് പ്രാർത്ഥനയുടെ ശക്തി. പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഉള്ള കഴിവ് നഷ്ടപ്പെട്ട് കുഴഞ്ഞു പോയെന്നു വരാം. എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് അറിയാത്ത നിസ്സായരാക്കുന്ന സാഹചര്യങ്ങൾ. ഒരു പക്ഷേ ആ സാഹചര്യങ്ങളിൽ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങൾ മാത്രം ആയിരിക്കാം അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരികയുള്ളൂ. ദൈവത്തോട് പോലും പറയുവാൻ ത്രാണി ഇല്ലാതെ ഞരങ്ങുമ്പോൾ പോലും ആ ഞരക്കങ്ങളെ പ്രാർത്ഥനയായി അംഗീകരിച്ചു പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവം നമുക്ക് ഉണ്ട് എന്ന് ബൈബിൾ പറയുന്നു. ദൈവത്തിൽ വിശ്വസിച്ച് ദൈവഹിതത്തിന് അനുസൃതമായി ഉറപ്പോടെ പ്രാർത്ഥിക്കുന്നവന് ഉറപ്പായും ലഭിക്കും. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.